നമസ്കാരം. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ പൂർത്തിയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഭൂമിയുള്ളവർ രണ്ട് വിഭാഗമായി തീരും. അധിക ഭൂമി കൈവശം വന്നു ചേർന്നവർ എന്നും കയ്യിലിരുന്ന ഭൂമി ചോർന്നു പോയവർ എന്നും. കയ്യിലിരുന്ന ഭൂമി ചോർന്നു പോയ ഹതഭാഗ്യരുടെ നിയമപരമായ റെമഡികളെക്കുറിച്ചാണ് ലീഗൽ പ്രിസം കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഇന്നത്തെ വീഡിയോ അധിക ഭൂമി കൈവശം വന്നു ചേർന്ന ഭാഗ്യശാലികൾക്കുള്ളതാണ്. അവർക്ക് ഒരു സന്തോഷ വാർത്തയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അധിക ഭൂമി കൈവശം വന്നു ചേർന്ന ഭാഗ്യശാലികൾ മാത്രം ഈ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മീ DC. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുമ്പോൾ ആധാരത്തിലുള്ള വിസ്തീർണത്തേക്കാൾ കൂടുതൽ ഭൂമി കൈവശത്തിലുള്ളവർക്ക് നികുതി അടച്ച് കിട്ടണം. നികുതി മാത്രം പോരാ, അതിന് രേഖയും വേണം. എങ്ങനെ രേഖ നൽകും എന്നതായിരുന്നു സർക്കാരിന് മുന്നിലുള്ള ഒരു കീറാമുട്ടി പ്രശ്നം. അങ്ങനെയാണ് കേരള നിയമസഭയിൽ 2025 ഒക്ടോബർ മാസം 9 ഒരു പുതിയ നിയമം പാസാക്കുന്നത്. 2025 സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവത്കരണം ബിൽ കേരളം എന്നായിരുന്നു ആ നിയമത്തിന്റെ പേര്. ആ ബില്ല് നിയമസഭ അംഗീകരിച്ച് ഗവർണറുടെ അനുമതിക്കായി വിട്ടു. എന്നാൽ ഇതുവരെയും ഗവർണർ അത് ഒപ്പുവെച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കവെയാണ് സർക്കാർ അടിയന്തരമായി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവിൽ പറയുന്നു, അധിക ഭൂമി കൈവശമുള്ളവർ അതിന് ആധാരം ചെയ്താൽ മതി എന്ന്. അപ്പോഴാണ് രജിസ്ട്രേഷൻ വകുപ്പ് തർക്കവുമായി രംഗത്ത് വരുന്നത്. അങ്ങനെ ഗവർണർ ഒപ്പിടാത്ത ഒരു ബിൽ നിയമസഭ അംഗീകരിച്ചത് പ്രകാരം തുടർ നടപടി സ്വീകരിക്കാമോ എന്ന ചോദ്യം അവർ ഉയർത്തുകയാണ്. സർക്കാർ അത് നിയമവകുപ്പിന്റെ അഭിപ്രായത്തിനായി കൈമാറി. ഇതിൽ നിയമവകുപ്പ് പുറപ്പെടുവിച്ച നിയമോപദേശമാണ് ഇത് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയാക്കി സെക്ഷൻ 13 വിജ്ഞാപനം വന്ന പല ഭൂ ഉടമകളുടെയും കൈവശ ഭൂമിയുടെ വിസ്തീർണത്തിൽ ആധാരത്തിലുള്ളതിനേക്കാൾ വർധനവ് കൈവശത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക അളവ് രീതികളിലെ കൃത്യത മൂലം സംഭവിച്ചിട്ടുള്ള ഈ വിസ്തീർണ വ്യത്യാസം ക്രമീകരിക്കുന്നതിനുള്ള 2025 കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവത്കരണ ബില്ലിന് ബഹുമാനപ്പെട്ട ഗവർണറുടെ അംഗീകാരം ലഭിച്ചിട്ടില്ല. അധിക ഭൂമി ക്രമവത്കരണ ബിൽ നിയമമാകുന്നതുവരെ ഭൂനികുതി സ്വീകരിക്കുന്ന മുഴുവൻ വിസ്തീർണത്തിനും താൽക്കാലിക പോക്കുവരവ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ അനുവദിക്കണമെന്നാണ് ആവശ്യം. കേരള സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ വഴി ഭൂരേഖകൾ ആധികാരികമാക്കുമ്പോൾ വ്യക്തികളുടെ കൈവശത്തിലും അനുഭവത്തിലുമുള്ള അധിക ഭൂമിക്ക് അവ തർക്കരഹിതമായും നിയമപരമായും വ്യവഹാരരഹിതമായും കൈവശം വെച്ചിട്ടുള്ളതാണെങ്കിൽ അനാവശ്യ വ്യവഹാരങ്ങൾ ഒഴിവാക്കുന്നതിലേക്കായി സർക്കാർ ഭൂമി സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിശ്ചയിക്കുന്നതിനും ക്രമവത്കരിക്കുന്നതിനും അങ്ങനെയുള്ള ഭൂമി കൈവശം വെച്ചിട്ടുള്ള വ്യക്തിയുടെയോ വ്യക്തികളുടെയോ പേരിൽ നിയമപ്രകാരമുള്ള സാക്ഷ്യപത്രം അനുവദിച്ചു നൽകുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതാണ് 2025 കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവത്കരണ ബിൽ. കേരള നിയമസഭ 2025 ഒക്ടോബർ 9 പാസാക്കിയ ബിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ അനുമതിക്ക് അയച്ചിട്ടുള്ളതും ബഹുമാനപ്പെട്ട ഗവർണറുടെ പരിഗണനയിലിരിക്കുന്നതുമാണ്. നിയമസഭ പാസാക്കിയ ബിൽ ഗവർണറുടെ പരിഗണനയിലിരിക്കെ അധിക ഭൂമി പോക്കുവരവ്, തരം മാറ്റം, ഏറ്റെടുക്കൽ എന്നിവ താൽക്കാലികമായി ഉപാധികൾക്ക് വിധേയമായി ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് മുഖാന്തരം നടപ്പിലാക്കുന്നത് നിയമപരവും ഉചിതവുമല്ല. അപ്രകാരം താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ഉത്ഭവിക്കുന്ന നിരവധി പ്രായോഗിക നിയമപ്രശ്നങ്ങൾ ഭരണവകുപ്പ് പരിശോധിക്കേണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 200 പ്രകാരം സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസാക്കിയ ഒരു ബിൽ ഗവർണറുടെ അനുമതിക്കായി സമർപ്പിക്കേണ്ടതും അനുമതി ലഭിക്കുമ്പോൾ നിയമമാകുന്നതും ആണ്. അപ്രകാരം ഗവർണറുടെ പരിഗണനയിലിരിക്കുന്ന ഒരു ബില്ലിലെ വ്യവസ്ഥകൾ എക്സിക്യൂട്ടീവ് ഉത്തരവ് മുഖാന്തിരം നടപ്പിലാക്കുവാൻ സാധിക്കില്ല. കൂടാതെ നിയമനിർമ്മാണ അധികാരത്തിൻ്റെ പ്രസക്തി ഇല്ലാതാകുകയും ചെയ്യുന്നു. കേരള നിയമസഭ 2025 ഒക്ടോബർ 9 പാസാക്കിയ ബിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ അനുമതിക്ക് അയച്ചിട്ടുള്ളതും ബഹുമാനപ്പെട്ട ഗവർണറുടെ പരിഗണനയിലിരിക്കുന്നതുമാണ്. നിയമസഭ പാസാക്കിയ ബിൽ ഗവർണറുടെ പരിഗണനയിലിരിക്കെ അധിക ഭൂമി പോക്കുവരവ്, തരം മാറ്റം, ഏറ്റെടുക്കൽ എന്നിവ താൽക്കാലികമായി ഉപാധികൾക്ക് വിധേയമായി ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് മുഖാന്തിരം
നടപ്പിലാക്കുന്നത് നിയമപരവും ഉചിതവുമല്ല. അപ്രകാരം താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ഉത്ഭവിക്കുന്ന നിരവധി പ്രായോഗിക നിയമപ്രശ്നങ്ങൾ ഭരണവകുപ്പ് പരിശോധിക്കേണ്ടതാണ് എന്ന് നിയമനിർമ്മാണ ബി വകുപ്പ് അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. പ്രസ്തുത അഭിപ്രായം ലെജിസ്ലേറ്റീവ് പെർസ്പെക്റ്റീവിൽ നൽകിയിട്ടുള്ളതാണ്. നിലവിൽ അതിരുകളിൽ മാറ്റമില്ലാതിരുന്നിട്ടും ആധാരത്തെക്കാൾ കൂടുതൽ കാണുന്ന ഇത്തരം അധിക ഭൂമിക്ക് വ്യക്തമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാത്തതിനാൽ ഭൂമി കൈമാറ്റം, പോക്കുവരവ്, തരം മാറ്റം, ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയ റവന്യൂ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്ന് ഫയലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിരുകൾ മാറാത്ത സാഹചര്യത്തിൽ ഈ അധിക വിസ്തീർണം വേർതിരിച്ച് മാറ്റാൻ സാധിക്കാത്തത് ഭൂമി ഇടപാടുകളിൽ വലിയ ആശയക്കുഴപ്പങ്ങൾക്കും പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടിനും കാരണമാകുന്നുണ്ട് എന്നും ഭൂനികുതി സ്വീകരിക്കുന്ന മുഴുവൻ വിസ്തീർണത്തിനും താൽക്കാലികമായി പോക്കുവരവ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ അനുവദിക്കുന്നത് പ്രായോഗികമായ ഒരു പരിഹാരമായിരിക്കുമെന്നതിനാൽ കൃത്രിമമായി സബ് ഡിവിഷനുകൾ നിർമ്മിച്ച് ഈ അധിക ഭൂമിയെ മാറ്റി നിർത്തുന്നത് ഭാവിയിൽ കൂടുതൽ സങ്കീർണമായ നിയമപ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നതിനാൽ നിലവിലെ അളവ് പ്രകാരം റവന്യൂ നടപടികൾ തുടരാൻ അനുമതി നൽകുന്നത് ഉചിതമായിരിക്കുമെന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ അപ്രകാരമുള്ള അനുമതി അന്തിമ ക്രമവത്കരണ നിയമത്തിന് വിധേയമായിരിക്കുമെന്നും ഇത് ഭൂമിയിന്മേൽ തർക്കമില്ലാത്ത ഉടമസ്ഥാവകാശം ഉറപ്പു നൽകുന്നില്ല എന്നുമുള്ള നിബന്ധന റവന്യൂ രേഖകളിൽ വാട്ടർമാർക്കായി രേഖപ്പെടുത്തി നൽകുന്നതാണ് എന്ന് അറിയിച്ചിട്ടുള്ളതിനാലും ജിതേന്ദ്ര സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് ആൻഡ് അതേഴ്സ് 2021 എന്ന കേസിൽ ബഹുമാനപ്പെട്ട കോടതി മ്യൂട്ടേഷൻ എൻട്രി ഡസ് നോട്ട് കൺഫർ എനി റൈറ്റ്, ടൈറ്റിൽ ഓർ ഇൻട്രസ്റ്റ് ഇൻ ഫേവർ ഓഫ് ദ പേഴ്സൺ ആൻഡ് ദ മ്യൂട്ടേഷൻ എൻട്രി ഇൻ ദ റവന്യൂ റെക്കോർഡ് ഈസ് ഓൺലി ഫോർ ദ ഫിസ്ക്കൽ പർപ്പസ് എന്ന് വിധി പ്രസ്താവിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിരുകൾക്ക് മാറ്റമില്ലെന്നും തർക്കരഹിതവും വ്യവഹാരരഹിതവുമാണെന്ന് ഉറപ്പുള്ള പക്ഷം താൽക്കാലികമായ പോക്കുവരവ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ അനുവദിക്കുന്നത് സംബന്ധിച്ച് ഭരണവകുപ്പിന് ഉചിത തീരുമാനം കൈക്കൊള്ളാവുന്നതാണെന്ന് മേൽപ്പടി വകുപ്പിനെ അറിയിക്കാവുന്നതാണ്. എന്നാൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് വസ്തുവിന്മേൽ ഉടമയ്ക്ക് ആബ്സല്യൂട്ട് ടൈറ്റിൽ ആവശ്യമുള്ളതിനാൽ ആയതിന് അനുമതി നൽകുന്നത് ഉചിതമല്ലെന്നു കൂടി അറിയിക്കുന്നു. ഇതാണ് നിയമോപദേശം. ഇതിൽ നിന്നും ഇനി പറയുന്ന 10 പോയിന്റുകൾ ഞാൻ പറഞ്ഞു തരാം. 1. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ മാത്രമേ അധിക ഭൂമിക്ക് ആധാരം ചെയ്യാനാകൂ. 2. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുകയും 1961 അതിരടയാള നിയമപ്രകാരം 13 പ്രസിദ്ധീകരിച്ചിരിക്കുകയും വേണം. അതിരുകൾ തർക്കരഹിതമായി പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ് ഇത്. ഇതിൻ്റെ നിയമകാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പച്ചവെള്ളം പോലെ അറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. 3. ഭൂമി കൈമാറ്റം നടത്തുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ആധാരം രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുക. അല്ലാതെ വെറുതെ പോയി ഒരു ആധാരം രജിസ്റ്റർ ചെയ്തിട്ട് വരാം എന്ന് കരുതരുത്. കൈമാറ്റം എന്ന് പറയുമ്പോൾ മക്കൾക്ക് എഴുതി വെച്ചാലും മതി. ഇനി 4. ഇങ്ങനെ ആധാരം തയ്യാറാക്കാൻ DPMS ആവശ്യമാണ്. എന്താണ് DPMS? 1958 രജിസ്ട്രേഷൻ റൂൾ കേരളം ചട്ടം 30C പ്രകാരം തയ്യാറാക്കുന്ന ഒരു സ്കെച്ചിൻ്റെ പേരാണ് DPMS. ഡിജിറ്റലി പ്രിപ്പയർഡ് പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്, DPMS. 5. ഈ DPMS എവിടെ നിന്ന് ലഭിക്കും, എങ്ങനെ ലഭിക്കും? DPMS ആവശ്യമുള്ളവർ 1966 ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസിലെ റൂൾ 30 സബ് ക്ലോസ് 3 പ്രകാരം ഇലിംസിൽ ഒരു അപേക്ഷ നൽകിയാൽ മതി. ഇലിംസ് എന്ന് വെച്ചാൽ എന്താണ്? ഇലിംസ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ്. ഇത് റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകളുടെ ഒരു സംയുക്ത സംരംഭമാണ്. 6. ഇങ്ങനെ അപേക്ഷ നൽകി കാത്തിരിക്കണം. അപ്പോൾ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് വകുപ്പ് നിശ്ചയിക്കുന്ന ഒരു അംഗീകൃത സർവേയർ സ്ഥലത്ത് വരും. അദ്ദേഹം സ്ഥലം പരിശോധിച്ച് പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് തയ്യാറാക്കും. 7. അതിനുശേഷം അവർ DPMS തയ്യാറാക്കി രജിസ്ട്രേഷൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. 8. വില്ലേജ് ഓഫീസർ ഭൂമിയുടെ കൈവശസ്ഥിതി പരിശോധിച്ച് തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് അനുവദിക്കും. 9. ഇതെല്ലാം പാലിച്ച ശേഷമാണ് രജിസ്ട്രേഷൻ നടപടിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആധാരപ്രകാരം ലഭിച്ചതിനേക്കാൾ കൂടുതൽ സ്ഥലം DPMSൽ കാണുകയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് ആധാരമാക്കാം. 10. ഇങ്ങനെ അധിക ഭൂമി ഉള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ രേഖപ്പെടുത്തലുകൾ വരുത്തി വേണം ആധാരം എഴുതാൻ. ക്ലിയർ അല്ലേ?
തർക്കരഹിതമായതും ആബ്സല്യൂട്ട് ടൈറ്റിലുള്ളതുമായ പ്രോപ്പർട്ടി മാത്രമേ നിയമപരമായി കൈമാറാൻ കഴിയുകയുള്ളൂ. വൺ കനോട്ട് ട്രാൻസ്ഫർ എ ബെറ്റർ ടൈറ്റിൽ ദാൻ ഹി ആക്ച്വലി പൊസസ് എന്നാണ്. നമുക്കുള്ളതേ കൈമാറാനാകൂ. അതുകൊണ്ടാണ് കൈമാറുന്നത് അധികം വന്ന ഭൂമിയാണെന്ന് എഴുതി ചേർക്കണം എന്ന് പറയുന്നത്. ഇത് രജിസ്ട്രേഷൻ നിയമത്തിലെ മറ്റേതെങ്കിലും വ്യവസ്ഥകൾക്ക് തടസ്സം വരുന്നില്ലെങ്കിൽ ഈ നടപടിക്രമം പാലിച്ച് മുന്നോട്ടു പോകാമെന്ന് രജിസ്ട്രേഷൻ IG പറയുന്നു. എന്തായാലും ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ ഭൂമിയുടെ രേഖകൾ തയ്യാറാക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ഇനി ചെലവേറും. DPMS, തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് ഇവയില്ലാതെ വസ്തു കൈമാറ്റം ഇനി സാധ്യമാകുകയില്ല. DPMS തയ്യാറാക്കാൻ വരേണ്ടത് സർക്കാർ സർവേയർമാരാണെന്ന് പറയുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ സർക്കാർ സർവേയർമാരെ മഷിയിട്ട് നോക്കിയാൽ കണ്ടുകിട്ടാത്ത അവസ്ഥയാണ്. ഒരു താലൂക്കിൽ 1-2 പേരുണ്ടാകും. അവർക്കാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. പിന്നെ സാധാരണക്കാരന് DPMS കിട്ടണമെങ്കിൽ 1 വർഷം 2 വർഷം ഒക്കെ കാത്തിരിക്കണം. വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങണം തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ്. സ്ഥലപരിശോധന നടത്തിയാണ് ഇതെല്ലാം അനുവദിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കൊന്നും സർക്കാർ വാഹനങ്ങൾ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ വാഹനം അറേഞ്ച് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. നിയമത്തിൽ ഗവർണർ ഒപ്പിട്ട് വന്നതിനു ശേഷമുള്ള കാര്യങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡ് ഈസി.